ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ല്യൂടെക് സോളാർ സൊല്യൂഷൻസ് പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. ബംഗളൂരുവിലെ വ്യവസായിയും മകനും ആന്ധ്രയിൽ കൊല്ലപ്പെട്ട നിലയിൽ, തട്ടിക്കൊണ്ടുപോയി കഴുത്തറുത്തു. ബംഗളൂരുവിലെ വ്യവസായിയെയും BJP യുവമോർച്ച പ്രവർത്തകനായ മകനെയും ആന്ധ്രാപ്രദേശിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. ബംഗളൂരു കടുകോടി നിവാസികളായ വീരസ്വാമി റെഡ്ഡി, മകൻ പ്രശാന്ത് റെഡ്ഡി എന്നിവരാണ് കൊല്ലപ്പെട്ടത്. ചൊവ്വാഴ്ചയായിരുന്നു സംഭവം. ഇരുവരെയും അജ്ഞാത സംഘം തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയെന്നാണ് റിപ്പോർട്ട്. കൊല്ലപ്പെട്ട പ്രശാന്ത് റെഡ്ഡി യുവമോർച്ചയുടെ സജീവ പ്രവർത്തകനാണ്. ഒരു ചെക്ക് കേസുമായി ബന്ധപ്പെട്ട കോടതി നടപടികൾക്കായാണ് വീരസ്വാമിയും മകനും ബംഗളൂരുവിൽ നിന്നും ആന്ധ്രയിലേക്ക് പോയത്. പൽനാടു നരസാരോപേട്ടെ ജില്ലാ കോടതിയിലായിരുന്നു കേസ്. കോടതി പരിസരത്തെ ടിഫിൻ സെന്ററിന് സമീപത്തു നിന്നാണ് അക്രമികൾ ഇരുവരെയും തട്ടിക്കൊണ്ടുപോയതെന്നാണ് വിവരം. പിന്നീട് ശാന്തമംഗളൂരുവിന് സമീപം ഇരുവരെയും കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുകയായിരുന്നു. കഴുത്തറുത്ത നിലയിലായിരുന്നു മൃതദേഹം. സംഭവം ആസൂത്രിതമായ കൊലപാതകമാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. അതേസമയം കൊലപാതകത്തിന്റെ കാരണം ഇതുവരെ വ്യക്തമല്ല. ഇരുവരെയും തട്ടിക്കൊണ്ടുപോകുവാൻ ഉപയോഗിച്ച വാഹനം തിരിച്ചറിയുവാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നും പോലീസ് അറിയിച്ചു. അറപ്പിക്കുന്ന ക്രൂരതകൾക്ക് തുണ കാമുകി, പൈശാചിക സാമ്രാജ്യം കെട്ടിപ്പടുത്തത് പെൺകുട്ടികളുടെ കണ്ണീരിൽ. ജെഫ്രി എപ്സ്റ്റീൻ എന്ന കണക്കുമാഷ് അമേരിക്കൻ പ്രസിഡന്റുമാരും വ്യവസായ സാമ്രാജ്യ തലവന്മാരും ഹോളിവുഡ് വമ്പന്മാരുമൊക്കെ ബഹുമാനിക്കുന്ന വലിയൊരു ധനകാര്യ സ്ഥാപന ഉടമയായി മാറിയതിന്റെ ചരിത്രം നമ്മെ ഒരേ സമയം അത്ഭുതപ്പെടുത്തുകയും അസ്വസ്ഥപ്പെടുത്തുകയും ചെയ്യും. വളരെ സൂത്രശാലിയായ ആസൂത്രിതമായി കാര്യങ്ങൾ ചെയ്യുന്ന ഒരാൾക്ക് സാമ്പത്തിക ശേഷിയും നിയമത്തിന്റെ പഴുതുകളും സംവിധാനത്തിലെ പരാജയങ്ങളും പ്രയോജനപ്പെടുത്തി എന്ത് കുറ്റകൃത്യവും നിർഭയമായി ചെയ്യാനാവുമെന്ന് തെളിയിക്കുന്നതാണ് ജെഫ്രി എപ്സ്റ്റീന്റെ ജീവിതകഥ. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച ഈ കുറ്റകൃത്യങ്ങളൊക്കെ ജെഫ്രി ചെയ്തു കൂട്ടിയത് ഒറ്റയ്ക്കായിരുന്നില്ല. നിരപരാധികളായ പെൺകുട്ടികളുടെ കണ്ണീരിലും രക്തത്തിലും പാപികളുടെ പറദീസ കെട്ടിപ്പടുക്കുവാൻ അയാൾക്ക് എന്തിനും പോന്ന ഒരു കൂട്ടാളിയുണ്ടായിരുന്നു, ഗിലൈൻ മാക്സ്വെൽ. ഇരുവരുടെയും സ്വഭാവ വൈകൃതങ്ങളും കഴിവുകളും പരസ്പര പൂരകങ്ങളായിരുന്നു. അവരുടെ പൈശാചിക സാമ്രാജ്യം ദശകങ്ങൾ നിലനിന്നതിനു പിന്നിൽ ഗിലൈന്റെ ക്രിമിനൽ ബുദ്ധിയും കഴിവും കുറ്റവാസനകളും വലിയ പങ്കുവഹിച്ചു. വിമാനത്തിൽ കുട്ടികൾ കാൺകെ ലൈംഗിക ബന്ധം, ദമ്പതിമാർ അറസ്റ്റിൽ. യാത്രാവിലക്ക്. വിമാനത്തിൽ പ്രായപൂർത്തിയാവാത്ത കുട്ടികൾക്ക് മുൻപിൽ വച്ച ശാരീരിക ബന്ധത്തിലേർപ്പെട്ട ദമ്പതിമാർ അറസ്റ്റിൽ. ഇവർക്ക് യാത്രാവിലക്കും ഏർപ്പെടുത്തി. ന്യൂയോർക്കിൽ നിന്നും ഫ്ലോറിഡയിലെ സരസോട്ടയിലേക്ക് പുറപ്പെട്ട ജെറ്റ് ബ്ലൂ വിമാനത്തിലാണ് സംഭവം. സഹയാത്രികരായ ഒരു സ്ത്രീയും അവരുടെ പ്രായപൂർത്തിയാവാത്ത 2 കുട്ടികളും നൽകിയ പരാതിയിലാണ് ദമ്പതിമാരെ അറസ്റ്റ് ചെയ്തത്. കണക്ടിക്കട്ട് സ്വദേശികളായ ട്രിസ്റ്റ എൽറേയി, ക്രിസ്റ്റഫർ ഡ്രൂ അർണോൾഡ് എന്നിവരാണ് അറസ്റ്റിലായത്. ഇക്കഴിഞ്ഞ ജൂലൈ 19 രാവിലെ 10:30 സംഭവം. രംഗം കണ്ട യാത്രക്കാർ വിമാനത്തിലെ ജീവനക്കാരെ വിളിച്ച് പരാതി പറയുകയായിരുന്നു. ജീവനക്കാരെ ആവശ്യപ്പെട്ടുവെങ്കിലും അവർ പിന്മാറുവാൻ തയ്യാറായില്ല. നക്സലിസത്തിൽ നിന്നും വികസന പാതയിൽ ഗഡ്ചിരോലിയിലെ ഫട്നാവിസ് മാതൃക. വെടിയൊച്ചകൾ, സ്ഫോടനങ്ങൾ, കൊലപാതകങ്ങൾ. കഴിഞ്ഞ കുറെ കാലമായി മഹാരാഷ്ട്രയിലെ ഗഡ്ചിരോലി വാർത്തകളിൽ ഇടം നേടിയിരുന്നത് ചോരയുടെ മണമുള്ള തലക്കെട്ടുകളുമായിട്ടായിരുന്നു. ഒരുപക്ഷെ രാജ്യത്ത് തന്നെ ഏറ്റവും ശക്തമായി മാവോയിസ്റ്റുകൾ പിടിമുറുക്കിയ ഇടം, അവർ സമാന്തര ഭരണം നടത്തിയ ഇടമെന്നും പറയാം. ഇവിടെ ഇരകളായവരും കൊല്ലപ്പെട്ടവരും ഏറെ. നോക്കെത്താ ദൂരത്തോളമുള്ള കൊടുംവനങ്ങളാൽ ചുറ്റപ്പെട്ട, പ്രതീക്ഷകൾ നശിച്ച, വിദ്യാഭ്യാസവും വികസനവും നിഷേധിക്കപ്പെട്ട ഭൂരിഭാഗം ആദിവാസികൾ ജീവിച്ചു പോന്നിരുന്ന ഇടം. കൈമുതലായുള്ളത് പട്ടിണിയും ദാരിദ്ര്യവും മാത്രം. ഈ അരക്ഷിതാവസ്ഥ മുതലാക്കി മാവോയിസ്റ്റുകൾ പിടിമുറുക്കിയതോടെ ഇക്കാലം അത്രയും മാറി മാറി വന്ന ഭരണ സംവിധാനങ്ങൾ സ്തംഭിച്ചു നിന്നുപോയി. പിന്നീട് രാജ്യം കേട്ടത് ഗഡ്ചിരോലിയിലെ കുറിച്ചുള്ള കുപ്രസിദ്ധ വാർത്തകളാണ്. സാക്ഷിയായത് കുറ്റകൃത്യങ്ങളുടെയും വെടിയൊച്ചകളുടെയും ഏറ്റുമുട്ടലുകളുടെയും തുടർച്ചയായുള്ള സംഭവങ്ങൾക്കാണ്. എന്നാൽ വർഷങ്ങൾക്കിപ്പുറം മാവോയിസ്റ്റ് മുക്ത ജില്ലയെന്ന മാതൃകയിലേക്ക് കാലെടുത്ത് വയ്ക്കുകയാണ് ഗഡ്ചിരോലി. പുതിയ വികസന പ്രവർത്തനങ്ങളും സ്കൂളുകളുടെയും ലൈബ്രറികളുടെയുമെല്ലാം ഉയർത്തെഴുന്നേൽപ്പും ഗഡ്ചിരോലി എന്ന പേടി സ്വപ്നത്തിന് മറ്റൊരു അധ്യായം എഴുതി ചേർക്കുമ്പോൾ പ്രതീക്ഷയുടെ പുതിയ വിത്തുകൾ മുളയ്ക്കുകയാണ്. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. IPS തലത്തിൽ അഴിച്ചുപണി. ജില്ലാ പോലീസ് മേധാവിമാർക്കുൾപ്പെടെ മാറ്റം. ജില്ലാ പോലീസ് മേധാവിമാരെ ഉൾപ്പെടെ മാറ്റി IPS തലത്തിൽ അഴിച്ചുപണി. കൊല്ലം റൂറൽ പോലീസ് മേധാവിയായി നിലവിലെ ഇടുക്കി ജില്ലാ പോലീസ് മേധാവി വിഷ്ണു പ്രദീപിനെ നിയമിച്ചു. കൊല്ലം റൂറലിൽ നിന്നും സാബു മാത്യുവിനെ ഇടുക്കിയിലേക്കും നിയമിച്ചു. പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി VG വിനോദ് കുമാറിനെ മാറ്റി പോലീസ് ആസ്ഥാനത്ത് AIG ആയി നിയമിച്ചു. R ആനന്ദാണ് പുതിയ പത്തനംതിട്ട SP. ആകെ 11 പേർക്കാണ് മാറ്റം.
ഇറങ്ങടാ, പിതാവിനെ ഓടിച്ചിട്ട് തല്ലി മകനും മരുമകളും, കേസെടുത്ത് പോലീസ്. പിതാവിനെ മകനും മരുമകളും ചേർന്ന് തല്ലിച്ചതച്ചതായി പരാതി. അടൂർ സ്വദേശി തങ്കപ്പനെയാണ് മകൻ സിജു, ഭാര്യ സൌമ്യ എന്നിവർ ചേർന്ന് മർദ്ദിച്ചത്. ഇവർക്കെതിരെ പോലീസ് കേസെടുത്തു. പിതാവ് വീട്ടിൽ വരുന്നത് ഇഷ്ടമില്ലാത്തതിനാൽ ഇരുവരും ചേർന്ന് മർദ്ദിച്ചെന്നാണ് എഫ്ഐആറിൽ പറയുന്നത്. കുറ്റവിമുക്തനാക്കിയതുപോലെ ഇതാണോ ഹൈക്കോടതി ജഡ്ജിയുടെ ധാരണ? നടൻ ദർശന് ജാമ്യം നൽകിയതിനെതിരെ സുപ്രീം കോടതി. രേണുകാസ്വാമി കൊലക്കേസിൽ കന്നഡ നടൻ ദർശൻ തൂഗുദീപയ്ക്ക് ജാമ്യം നൽകിയ കർണാടക ഹൈക്കോടതി വിധിയെ രൂക്ഷമായി വിമർശിച്ച സുപ്രീം കോടതി. ജുഡീഷ്യൽ അധികാരത്തെ വിവേകരഹിതമായി ഉപയോഗിച്ചുള്ള വിധിയായിരുന്നു കർണാടക ഹൈക്കോടതിയുടേതെന്ന് സുപ്രീം കോടതി വ്യാഴാഴ്ച പറഞ്ഞു. ഹൈക്കോടതി ചെയ്ത തെറ്റ് തങ്ങൾ ആവർത്തിക്കില്ലെന്ന് ജസ്റ്റിസുമാരായ JB പർദിവാല, R മഹാദേവൻ എന്നിവരടങ്ങിയ ബെഞ്ച് വ്യക്തമാക്കി. ദർശൻ അടക്കമുള്ളവർക്ക് ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഹൈക്കോടതിയുടെ വിധിയിൽ ഉപയോഗിച്ചിരുന്ന ഭാഷ അവരെ കുറ്റവിമുക്തരാക്കുന്ന തരത്തിലുള്ളതായിരുന്നെന്ന് സുപ്രീം കോടതി കുറ്റപ്പെടുത്തി. വിശപ്പിനെ പന്തെറിഞ്ഞ് തോൽപ്പിച്ച ക്രാന്തി ഗൌഡ്. ഓരോ പന്തിലും അതിജീവനത്തിന്റെ തീപ്പാറും പോരാട്ടം. ഒരു നേരത്തെ അന്നത്തിനായി മറ്റുള്ളവർക്ക് മുൻപിൽ കൈനീട്ടിയ ബാല്യം. വിശപ്പിനെ എറിഞ്ഞു തോൽപ്പിച്ച് ക്രാന്തി ഗൌഡ് എന്ന 21 വയസ്സുകാരി മധ്യപ്രദേശിലെ ഗ്വാരയിൽ നിന്നും ഇംഗ്ലണ്ടിലെ ഡർഹം റിവർ സൈഡ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ എത്തി നിൽക്കുന്നു. ക്രാന്തി എറിയുന്ന ഓരോ പന്തിലുമുണ്ട് അതിജീവനത്തിന്റെ തീപ്പാറും കഥകൾ. അമ്മയുടെ സ്വർണം വിറ്റും അച്ഛനും സഹോദരനും കടം വാങ്ങിയും ലഭിച്ച പണം കൊണ്ട് കഠിനാധ്വാനത്തിന്റെ പടികൾ കയറിയാണ് ക്രാന്തി ഇന്ന് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ എത്തിയത്. വീടിന് മുൻപിൽ ആൺകുട്ടികൾ ക്രിക്കറ്റ് കളിക്കുന്നത് കണ്ടുവളർന്ന ക്രാന്തി പിന്നീട് രാജ്യം അഭിമാനിക്കുന്ന പേസ് ബോളറായി മാറിയപ്പോൾ പലരും അവരുടെ അമ്മയോട് ചോദിച്ചു, എന്നാലും അവളൊരു പെണ്ണല്ലേ? അതിനുത്തരമായി അവർ പറഞ്ഞു, അവൾ എന്റെ മകളാണ്. അവളുടെ നേട്ടങ്ങളിൽ ഞാൻ അഭിമാനിക്കുന്നു. ക്രാന്തി എന്ന പേര് പോലെ ക്രിക്കറ്റ് ലോകത്ത് പുതുവിപ്ലവം സൃഷ്ടിക്കുകയാണ് ഈ പെൺകുട്ടി. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.